ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴയിൽ നമ്മളോടൊപ്പം ഷാജഹാനുണ്ട്. നോക്കാം ഷാജിക്ക് ഇനി അവിടെ നിന്ന് എന്താണ് പറയാനുള്ളതെന്ന്. ഷാജി, ഞാൻ തിരിച്ചു വരികയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വരാമെന്ന്. തിരികെ വന്നിരിക്കുന്നു. തിരികെ വരുമ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാൻ ആരാണ് കൂടെയുള്ളത്? നമ്മുടെ സുഹൃത്താണല്ലോ, നമ്മുടെ MLA ആണല്ലോ. മനു നമ്മുടെ കൂടെ കഴിഞ്ഞ വള്ളംകളിക്ക് നമ്മുടെ കൂടെ അദ്ദേഹം ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അതിരിക്കുന്ന കാര്യം. അദ്ദേഹം കുട്ടനാട്ടിലെ MLA ആണ്. അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നീറ്റിലിറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഒരു 1-2 മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എന്തായാലും കുട്ടനാട് MLA നമുക്ക് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് കുട്ടനാട് MLA ഇത്തവണ വള്ളംകളി? MLAയുടെ ആദ്യത്തെ വള്ളംകളിയാണല്ലോ. ജനപ്രതിനിധിയായതിനു ശേഷമുള്ള ആദ്യത്തെ വള്ളംകളിയാണ് ഇത്. എല്ലാ കാലങ്ങളെക്കാട്ടും ഈ പ്രാവശ്യം ഏറ്റവും വലിയ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. കഠിനമായ മത്സരമായിരിക്കും ഇന്ന് പുന്നമഴയുടെ പെരുമാറി നടക്കാൻ പോകുന്നത്. കാലങ്ങൾക്ക് ശേഷം ആണ് ഇത്രയും വള്ളങ്ങൾ, 22 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കാൻ പോവുകയാണ് ഇവിടെ. ഇത് ഈ പ്രാവശ്യത്തെ വള്ളംകളി കഴിഞ്ഞ കാലങ്ങളെങ്ങും കണ്ടിട്ടില്ലാത്തതിലും ഏറ്റവും വലിയ മത്സരമാണെന്നുള്ള ഒരു സംശയവുമില്ല. ഇതുകൊണ്ട് പുന്നമഴ കാണിച്ചു, ആ വിഷ്വൽ കാണിച്ചു, ഒന്ന് മിനുക്കി റെഡിയാക്കി 2 ദിവസമായിട്ട് വള്ളപ്പുരയിലായിരുന്നു. ഇന്നിപ്പോൾ മത്സരത്തിന് വേണ്ടി തയ്യാറാക്കി ഇറക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം തന്നെ പുന്നമട ബോട്ട് ക്ലബ്ബ്, ഇതൊക്കെ ഈ PBC എന്നുള്ള പേരിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ പള്ളാത്തുരുത്തിയും അതോടൊപ്പം തന്നെ പുന്നമടയാണെങ്കിൽ പോലും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം എങ്ങനെയുണ്ട്? ഏറ്റവും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് വാശിയേറിയ ഒരു മത്സരം ഇവിടെ നടക്കുന്നത്. ഇന്ന് ഈ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും കാലത്തിനോടകം ആദ്യമായിട്ടാണ് ഇത്രയും വള്ളങ്ങൾ മത്സരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വളരെ നല്ലൊരു കാര്യമാണ് 25 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കടം കയറി ഓരോ വള്ളങ്ങളും, ചുണ്ടൻ വള്ളങ്ങളും അവർ നെഹ്റു ട്രോഫിയും കൊണ്ട് പോയാൽ തന്നെയും അവർ കടമാണ്, അവരെല്ലാം പണയത്തിലാണ്. പക്ഷേ ഇത് അങ്ങനെ വലിയൊരു പരിഹാരമില്ല എങ്കിലും നല്ല ഒരു കാര്യമാണ് സർക്കാർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ്റെ പടമെല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് കണ്ട. ഇപ്രാവശ്യം ഒരു 2 വനിതാ ക്യാപ്റ്റന്മാരാണ് ആദ്യമായിട്ട് കുട്ടനാട്ടിൽ ചുണ്ടൻ വള്ളത്തിൽ ക്യാപ്റ്റന്മാരും അതോടൊപ്പം തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് എത്തുന്നത്. അതെ, അത് ഈ പ്രാവശ്യം ഒരു വലിയ പുതുമയാണ്. ഞാൻ അറിഞ്ഞത് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇവരുടെ പ്രശ്നം എന്താ, ഇവർക്ക് ചുണ്ടൻ വള്ളത്തിൽ കയറാൻ പറ്റത്തില്ല. ഇല്ല പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ കണ്ടില്ലേ, അവരുടെ പടവും എല്ലാം വെച്ച് ഇതൊരു അഭിമാനമാണ്. പിന്നെ ഒരു വനിതകൾ മുമ്പോട്ട് വരുന്നു എന്ന് കാണുന്നതിലും വലിയൊരു അഭിമാനമാണ് പുന്നമടയിലെ ഈ ഒരു ഉത്സവത്തിന്. ഇത് ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാലങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഉത്സവമാണ്. മനു, ഇനിയിപ്പോൾ ഈ പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം ചുണ്ടലിലാണ് പുന്നമട ഇത്തവണ ഇറങ്ങുന്നത്. അതിൻ്റെ തുഴച്ചിൽക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വള്ളം കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലം പരിശീലനത്തിലായിരുന്നു. അതിനുശേഷം ഒരു 2-3 ദിവസമായിട്ട് ഇത് കരയ്ക്ക് കയറ്റി വയ്ക്കും. ഇത് കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നെയ്യ് അങ്ങനെയുള്ള കുറച്ച്, അതൊന്നും അവരാരും പുറത്ത് പറയത്തില്ല, അവർ ഓരോരുത്തരുടെയും രഹസ്യമാണിത്. ആ വള്ളം അവിടെ അതിന് ശേഷം അത് പൂർണ്ണമായിട്ടും ഏതാണ്ട് 1-2 ദിവസം തേച്ച് മിനുക്കി വളരെ വേഗത കൂട്ടുന്ന തരത്തിൽ അത് വീണ്ടും അത് കായലിലേക്ക് ഇറക്കും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പം ആ വള്ളം കായലിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആ ദൃശ്യമാണ് മനു നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ വള്ളം എല്ലാവരും കൂടെ എടുത്ത് ഈ പുന്നമട കായലിലേക്ക് കൊണ്ടുവരും. പുന്നമട കായലിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവരൊരു പരിശീലനം, ഒരു ട്രയലൊക്കെ അടിച്ച് വീണ്ടും പരിശീലനത്തായിട്ട് സജ്ജരാകും. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. MLA എന്തായാലും ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ വിശിഷ്ടാതിഥികൾ? മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. സമ്മാനദാനം DK ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയുണ്ട്, KC വേണുഗോപാലുണ്ട്, BC വിഷ്ണുനാഥുണ്ട്, ലിജു ഉണ്ട്. എല്ലാ വിശിഷ്ടാതിഥികളും ഉച്ചയാകുമ്പം എത്തും. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തി. തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു ശ്രമം നടത്തി. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒന്നിച്ചു വരുമെന്നാണ് ആദ്യമേ അറിഞ്ഞത്. പിന്നെ അവർക്ക് എന്തോ സാഹചര്യം ഇത് കണ്ട് മാറി. പക്ഷേ അതിലും കൂടുതൽ ഇന്ന് ഒത്തിരി വിശിഷ്ടാതിഥികൾ അല്ലാതെ എത്തുന്നുണ്ട് എന്നുള്ളതിൽ പുന്നമടയിലെ ഈ ഒരു വള്ളംകളി വളരെ വിജയകരമായിട്ട് നടക്കുന്നുള്ളൊരു സംശയമില്ല.
മനു, അങ്ങനെ പുന്നമടയിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പുന്നമട ചുണ്ടൻ നീറ്റിലിറക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതിന് ഇപ്പം മിനിറ്റുകൾ മാത്രം മതി, ക്യാമറ അങ്ങോട്ട് പോകാം. അപ്പോൾ അതിപ്പോൾ ഉടൻ തന്നെ അത് എല്ലാവരും കൂടി തുഴച്ചിൽക്കാരെല്ലാവരും കൂടി അത് ഈ കായലിലേക്ക് ഇറക്കും, പുന്നമട കായലിലേക്ക് ഇറക്കും. അതിനുള്ള സമയമാണ്. കാര്യം അതിന് മുൻപായിട്ട് ചില പ്രാർത്ഥനകളും ചടങ്ങുകളുമൊക്കെ ഉണ്ട്. അതിനുശേഷമായിരിക്കും അത് നേരെ കായലിലേക്ക് ഇറക്കുക. അതിനുള്ളൊരു തയ്യാറെടുപ്പുകളാണ്. ഇങ്ങനെയാണ് ഈ ചുണ്ടൻ വള്ളംകളി ദിവസം രാവിലെ നീറ്റിലിറക്കുന്ന അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഷാജി, നമ്മൾ ഈ വള്ളംകളി ഇങ്ങനെ തുഴച്ചിലൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പുറകിൽ ഇത്രയധികം കുറേ പരിപാടികൾ വേറെ നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ നെയ്യൊക്കെ ഇട്ട് മിനുക്കി അതിൻ്റെ വേഗത കൂട്ടാനുള്ള ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഷാജി പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. നേരത്തെ പലതവണ അവിടെ വള്ളംകളിക്കായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. മനു, സാധാരണ ഈ റൈസിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന വാഹനങ്ങളൊക്കെ മത്സരത്തിന് ശേഷം അതിൻ്റെ ടയറും എഞ്ചിനും ഒക്കെ ഒന്നുകൂടെ പരിശോധിച്ച് അതിൻ്റെ വേഗത കൂട്ടിയാണല്ലോ നമ്മൾ സാധാരണ ഇറക്കുന്നത്. അതുപോലെ വള്ളത്തിന് പിന്നെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അല്ലേ MLA എന്താ പറയുന്നത്? അതെ 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 വള്ളത്തിന് അങ്ങനെയല്ല. ഇത് കൈക്കരുത്താണ്. കൈക്കരുത്തിൽ തെന്നി നീങ്ങണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടി അതിനെ ഒരുക്കുക എന്ന് പറയുന്നത് അത് ഓരോ ക്ലബിനും അവരുടേതായ ഭാരിച്ച ചെലവുകളാണല്ലോ ഒരു പ്രശ്നം. അത് തീർച്ചയായിട്ടും 1.5 കോടി 2 കോടി രൂപ ഒരു വള്ളം കളി കഴിയുമ്പോൾ ഒരു ചുണ്ടൻ വള്ളത്തിനാവും. 4 മിനിറ്റ് 3.5 മിനിറ്റിന് വേണ്ടി 1.5 കോടി 2 കോടി. അതിന് നമുക്കൊരു മാറ്റം ഉണ്ടാകും. 4 മിനിറ്റ്, കാരണം ഇത് ഒരു 3-4 ദിവസത്തെ പരിപാടിയാക്കി അടുത്ത വർഷം മുതൽ ഈ ഒരു വള്ളംകളിയെ മാറ്റണം. കാരണം വിദേശത്ത് നിന്ന് പോലും വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസം ഈ 3 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പരിപാടിയായിട്ട് ഇതാവരുത്. ഇത് കുട്ടനാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴയുടെ പുന്നമടയുടെ വലിയ ഒരു, കാരണം ലോകമറിയപ്പെടുന്ന ഒരു വള്ളംകളിയാണ്. ഈ വള്ളംകളിയെ നമുക്ക് മാറ്റണം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അടുത്ത വർഷം മുതൽ കുട്ടനാടിൻ്റെ ജനപ്രതിയും ആലപ്പുഴയുടെ ജനപ്രതിയും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ ഒന്നുകൂടി 3 ദിവസത്തെ പരിപാടിയാക്കി മാറ്റണം എന്നാണ് ആഗ്രഹം. മാറ്റുമെന്ന് ഉറപ്പ് പറയുന്നു മനു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം നമുക്കറിയാം, ഒറ്റ ദിവസത്തെ ഒരു പരിപാടിയായിട്ടാണ് ഇത്ര വലിയ ഏതാണ്ട് 40-45 ദിവസത്തെ പരിശീലനത്തിന് ശേഷം ഈ ചുണ്ടൻ വള്ളങ്ങൾ ഏതാണ്ട് 3 മിനിറ്റ് 3.5 മിനിറ്റ് അതിനുള്ളിലാണല്ലോ ഈ വള്ളങ്ങൾ ഫിനിഷ് ചെയ്തത്. അതിനുവേണ്ടി മാത്രം ഇത്രയും ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് അവരിത് ചെയ്യുന്നത്. അപ്പം കുട്ടനാട് MLA നമുക്കറിയാം, ലോകം മൊത്തം കറങ്ങി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വ്യവസായിയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ കൂടുതൽ വിദേശികളടക്കമുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു 2-3 ദിവസത്തെ കുറഞ്ഞത് ഒരാഴ്ചത്തെ പരിപാടിയെങ്കിലും ആക്കി മാറ്റണം, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അത് വേണം. നമുക്കറിയാം, നമുക്ക് കേരള തനിമയുള്ള ഇതുള്ള വളരെയധികം പ്രോഗ്രാമുകളുണ്ട്. നല്ല ഒരു കാർഷിക എക്സിബിഷനാക്കി മാറ്റാം. ആലപ്പുഴ ടൗൺ മൊത്തം നമുക്ക് 100 കണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ബീച്ചുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബീച്ച് ഫെസ്റ്റിവല്, നമ്മുടെ കേരള തനിമയുള്ള ഭക്ഷണശാലകൾ, കലാരൂപങ്ങൾ, ഭക്ഷണശാലകൾ, നമുക്കറിയാം. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ഇതിനെ ഒന്നുകൂടി, കാരണം നെഹ്റു ട്രോഫി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. ലോകത്തെങ്ങുമില്ലാത്ത ഒരു മത്സരമാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ എന്ന് പറയുന്ന ഇത്രയും ആൾക്കാർ കയറിയിരുന്നുള്ള തുഴച്ചിൽ. അത് കാണുവാൻ വരുന്ന ആൾക്കാർക്ക് 2-3 ദിവസം നമ്മുടെ ചെറുവള്ളങ്ങളുണ്ട്. 1 തുഴ 2 തുഴ 3 തുഴ 6 തുഴ. ഇതൊക്കെ കുടുംബങ്ങളുണ്ട്, അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും. ഇതൊക്കെ നമ്മുടെ കുട്ടനാട്ടിലെ 13 പഞ്ചായത്തിലും ഐഡിയ ഒരുപാട് വരുന്നുണ്ട്.